ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ബയോട്ടിൻ ലഡു എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇത് വളരെ പ്രോട്ടീൻ റിച്ചായ ഒരു ലഡുവാണ്. ഇത് കുട്ടികൾക്കും വലിയവർക്കുമൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്നതും എന്നാൽ ഇത് വളരെയധികം വിറ്റാമിൻസ് നമ്മുടെ ശരീരത്തിൽ ലഭിക്കുന്ന ഒരു ലഡുവാണ്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു ലഡു കൂടിയാണ്. അതുപോലെ മുടി കൊഴിച്ചിൽ, വിളർച്ച എന്നിവയുള്ളവർക്ക് ഇത് കഴിച്ചാൽ ഏറ്റവും നന്നായിരിക്കും. മുടി കൊഴിച്ചിലൊക്കെ ഉള്ളവരെ നിർബന്ധമായും ഉണ്ടാക്കി കഴിക്കാൻ ശ്രമിക്കണം. ഇത് നല്ലൊരു ഫുഡ് സപ്ലിമെൻ്റാണ്. ഇതിനായി 1 കിലോ ഡേറ്റ്സാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കുരുവെല്ലാം നീക്കം ചെയ്യണം. പിന്നീട് ഇതിലേക്ക് 100 ഗ്രാം അണ്ടിപ്പരിപ്പ്, 100 ഗ്രാം ബദാം, 100 ഗ്രാം പംകിൻ സീഡ്, 50 ഗ്രാം ചിയ സീഡ്, 100 ഗ്രാം ഫ്ലാക്സ് സീഡ് എന്നിവ കൂടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ നിലക്കടല, എള്ള്, സൺഫ്ലവർ സീഡ് എന്നിവയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത്രയും സാധനങ്ങൾ കൊണ്ടാണ് ലഡു ഉണ്ടാക്കുന്നത്. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു ലഡുവാണ്. അപ്പോൾ നമുക്ക് ഈ ലഡു എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ബദാം, അണ്ടിപ്പരിപ്പ് എന്നിവ ആദ്യം റോസ്റ്റ് ചെയ്ത് കൊടുക്കണം. പിന്നീട് അതിലേക്ക് സീഡ്സുകളെല്ലാം ഇട്ട് കൊടുക്കണം. എന്നിട്ട് അത് ഒന്ന് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കണം. കൂടുതൽ സമയം റോസ്റ്റ് ചെയ്തെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഏകദേശം ഒരു 5 മിനിറ്റോളം ഇത് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാകും. ഇനി ഇത് ചൂടായതിനു ശേഷം മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതേപോലെ പൊടിച്ചെടുക്കാം. പിന്നീട് ഡേറ്റ്സ് കൂടി മിക്സിയുടെ ജാറിലിട്ട് ഒന്നുകൂടി ക്രഷ് ചെയ്തെടുക്കാം. പിന്നീട് പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1.5 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഡേറ്റ്സ് ഇട്ട് കൊടുത്ത് അത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കണം. അതൊരു സോഫ്റ്റ് ആയി വരുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിലേക്ക് നിങ്ങൾക്ക് മധുരം പോരാ എന്നുണ്ടെങ്കിൽ കുറച്ച് കൽക്കണ്ടം ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ നട്ട്സിലേക്ക് ഈ ഡേറ്റ്സ് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ നമുക്ക് ബോളുകളാക്കിയെടുക്കാം. അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് അടിപൊളി ഒരു ഹെൽത്ത് സപ്ലിമെൻ്റായ ഒരു ലഡുവാണ്. ഈ ഇമ്മ്യൂണിറ്റി പവറൊക്കെ കൂട്ടുന്നതിന് വേണ്ടി നമുക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു ലഡുവാണ്. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ആയി രേഖപ്പെടുത്തണം. താങ്ക്സ് ഫോർ വാച്ചിങ്.